വയനാട് കാട്ടാന ആക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം. നൂൽപ്പുഴ കാപ്പാട് ഉന്നതിയിലെ മാനുവാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇന്നലെ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി തിരികെ വരുമ്പോഴാണ് സംഭവം. വിവരങ്ങളുമായി മേഘ പി.വി ചേരുന്നുണ്ട്. മേഘ, ഇപ്പോഴും സംഭവസ്ഥലത്ത് പ്രതിഷേധം തുടരുകയാണോ? DFO ഇതുവരെ അവിടെ എത്തിയിട്ടില്ല എന്നുള്ള ആരോപണങ്ങളാണ് അവിടെയുള്ളവർ ഉയർത്തുകയുണ്ടായത്. വിവരങ്ങൾ എങ്ങനെ? ഹരിത, നിലവിൽ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെയായിരുന്നു ഇവിടെ വയനാട് നൂൽപ്പുഴയിൽ കാപ്പാട് ഉദയനിധിയിൽ താമസിച്ചിരുന്ന മാനു സാധനം വാങ്ങാനായി പുറത്തു പോവുകയും തിരിച്ചു വരുന്ന വേളയിൽ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തിരുന്ന നിലവിൽ വനം വകുപ്പ് മാനുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. ഇതേ തുടർന്ന് ഇപ്പോൾ പ്രതിഷേധമൊക്കെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. പ്രദേശത്ത് നിന്ന് ഇപ്പോൾ മാനുവിന്റെ മൃതദേഹവും മാറ്റിയിരിക്കുകയാണ്. പക്ഷേ എന്നാലും ഇപ്പോഴും ശക്തമായ ഒരു ആരോപണം വരുന്നതെന്ന് വെച്ചാൽ കളക്ടർ പോലുള്ള അധികാരികൾ ഇതുവരെ സ്ഥലം സന്ദർശിച്ചിട്ടില്ല. അങ്ങനെയുള്ള അധികാരികളൊന്നും ഇവിടെ സന്ദർശിക്കുകയോ ഒരു നടപടിയെടുക്കാനുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പല പ്രാവശ്യമായി ഇവിടുത്തെ പ്രദേശവാസികൾ ഈ കാട്ടാന വന്യജീവി ഭീഷണി നേരിടുന്നെന്നും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവണമെന്നും പരാതിപ്പെട്ടെങ്കിലും അങ്ങനെ ഒരു നടപടിയോ ഒന്നും സ്വീകരിച്ചിട്ടില്ല എന്നൊരു ആരോപണം ഇപ്പോഴും ഉണ്ട്. മാത്രമല്ല, നാട്ടുകാർ പറയുന്നത് ഫെൻസിങ് പോലും ഈ വന്യജീവികൾ ഇതിലേക്ക് വരാതിരിക്കാൻ ഒരു ഫെൻസിങ് പോലും അവിടെ അവർക്ക് നൽകിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴും അവർ ഭീതിയിൽ തന്നെയാണ്. ഇനിയും വന്യജീവി ആക്രമണങ്ങൾ നടക്കുമോ, ഇനിയും മാനുവിനെ പോലെ ആരെങ്കിലും തങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും മരണപ്പെട്ടു പോകുമോ ഉള്ളൊരു ഭീതിയിൽ തന്നെയാണ്. നിലവിൽ ഇപ്പോൾ ധനസഹായം 5 ലക്ഷം രൂപ വനം വകുപ്പ് ധനസഹായം പ്രഖ്യാപിച്ചതുകൊണ്ട് നിലവിൽ പ്രതിഷേധ പരിപാടികൾ നാട്ടുകാർ അവസാനിപ്പിച്ചിരിക്കുകയായിരുന്നു. മൃതദേഹവും സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. ഹരിത. മേഘ, അതേസമയം തന്നെ ഈ മാനു കൊല്ലപ്പെടുമ്പോൾ മാനുവിന്റെ ഭാര്യ കൂടെ ഉണ്ടായിരുന്നു. അവരെ ഇപ്പോൾ അല്പസമയം മുൻപാണ് കണ്ടെത്തുകയുണ്ടായത്. അവരുടെ ആരോഗ്യസ്ഥിതിയും അല്ലെങ്കിൽ പോലീസ് അവരോട് വിവരങ്ങൾ തേടിയ കാര്യങ്ങൾ വല്ലതും ലഭിക്കുന്നുണ്ടോ? മാനുവിന്റെ കൂടെ മാനുവിന്റെ ഭാര്യ ചന്ദ്രികയും പുറത്തേക്ക് സാധനം വാങ്ങാൻ പോയിരുന്നു. പക്ഷേ മാനുവിനെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഭയന്ന് അവർ മാറിപ്പോവുകയാണ് ഉണ്ടായിരുന്നത്. മാനുവിന്റെ മൃതദേഹത്തിന്റെ അടുത്ത് നിന്ന് ചന്ദ്രികയുടെ ഷാൾ കിട്ടിയിരുന്നു. ഇതേ തുടർന്ന് ചന്ദ്രികയ്ക്ക് വേണ്ടി വനം വകുപ്പ് ഊർജിതമായ തെരച്ചിൽ നടത്തുകയും ചന്ദ്രികയെ കണ്ടുകിട്ടുകയും പിന്നീട് പോലീസ് സ്റ്റേഷനിൽ അവരെ സുരക്ഷിതമായി മാറ്റുകയുമായിരുന്നു. അവർ പേടിച്ചാണ് മാറി നിന്നത് എന്നാണ് പോലീസ് പറയുന്നത്. ഇതേക്കുറിച്ച് കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തത വരേണ്ടതുണ്ട്.